ഇനി +1 +2 പഠിക്കുന്ന എൻ്റെ പൊന്നനിയന്മാരോട് അനിയത്തിമാരോടാണ് പറയുന്നത്. എടാ, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം ടഫ് സയൻസ് ആണെന്ന് സൊസൈറ്റി ഊതി വീർപ്പിച്ച ബലൂൺ പോലെ സെറ്റാക്കില്ലേ. എന്നാൽ ഡാറ്റകൾ പറയുന്നത്, ഞാൻ അപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ കുട്ടികൾ തോൽക്കുന്നത് ഹ്യൂമാനിറ്റീസിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പല കുട്ടികളും പറയാറുണ്ട്, അതെന്താ സയൻസ് അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന്. കേടാ, നമ്മൾ ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്, വെറുതെ ഞാൻ തള്ളി മറിക്കുന്നതല്ല. ഇപ്പോഴത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും റിസൾട്ട് എല്ലാതും വിജയ ശതമാനം കൂടി, സയൻസ് കൂടി, കൊമേഴ്സ് കൂടി, ഓവറോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയും വിജയ ശതമാനം കൂടിയപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റീസ് മാത്രം മക്കളെ കഴിഞ്ഞ വർഷം 69.16% ആയിരുന്നു വിജയ ശതമാനം. എന്നാൽ 2026, അതായത് ഇന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് 66.38ലേക്ക് കൂപ്പുകുത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എടാ, ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ഹ്യൂമാനിറ്റീസ് അല്ലേ, അത് തലേ ദിവസം പഠിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോൾ റിസൾട്ട് വന്ന ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരേ ഒരു കാര്യം, ഹ്യൂമാനിറ്റീസ് എടുത്തോ, അത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പഠിക്കാനും ഈസിയൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവസാനം തൊട്ട് തലേന്ന് രാത്രി മാത്രം പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ അത് മാർക്ക് കുറയുന്നില്ല, തോൽക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും ഇപ്പോൾ ഫെയിലായ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന വീഡിയോ ഒന്നുമല്ല. ഇനി വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾ കൂടിയിട്ടാണ് ഇത് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഹ്യൂമാനിറ്റീസ് ആണ് അവസാനം പഠിച്ചാൽ മതി, സയൻസുകാരാണ് ട്യൂഷന് പോക്ക്, അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ മാറ്റിക്കുക മക്കളെ. കൊമേഴ്സ് നല്ല വിജയ ശതമാനം കൂടി, സയൻസ് വിജയ ശതമാനം കൂടി, A+കളുടെ എണ്ണം കൂടി, എല്ലാം കൂടിയപ്പോഴും നമ്മുടെ ഹ്യൂമാനിറ്റീസിൻ്റെ 2026 റിസൾട്ട് നോക്കടാ, 66.38% മാത്രമാണ് വിന്നിംഗ് പെർസെൻറ്റേജ്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 34 പേരും തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. 100 പേര് എക്സാം എഴുതി കഴിഞ്ഞാൽ 34 പേര് തോറ്റു എന്ന് പറയുമ്പോൾ 10 കുട്ടികളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിലൊരു പക്ഷേ 6 or 5 പേര്, അല്ലെങ്കിൽ ഒരു 6 കുട്ടികൾ മാത്രമാണ് വിജയിക്കുന്നത്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെഞ്ചിലെ 5 കുട്ടികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 കുട്ടികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ, അതിൽ തന്നെ ഏകദേശം 2 കുട്ടികളോ അല്ലെങ്കിൽ പകുതിയോളം കുട്ടികൾ തോറ്റു എന്നാണ് അർത്ഥം. ഇനിയും നിങ്ങൾക്ക് ബോധ്യം വന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എഴുതിയ ഹ്യൂമാനിറ്റീസ് കുട്ടികളോട് വെറുതെ ഒന്ന് സംസാരിച്ചു നോക്ക്. ഒരു പക്ഷേ ഇന്നോ നാളെയോ അവർ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, തുടക്കം മുതലേ പഠിച്ചു തുടങ്ങിക്കോളൂ. അവസാനത്തേക്ക് നിങ്ങൾ വെക്കണ്ട. തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ പഠിച്ചു കൊടുക്കുമ്പോൾ മെയ് മാസം വരുന്ന റിസൾട്ട് ഉണ്ടല്ലോടാ, ഇതുപോലെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിക്കുമ്പോൾ നിങ്ങൾ NHS, അതായത് നിങ്ങൾ പാസ്സായിട്ടില്ല എന്ന് കാണിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അതോ നിങ്ങൾക്ക് EHS, നിങ്ങൾ എലിജിബിൾ ആയി എന്നാണോ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? എടാ, നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളെ പോലെ ഹയർ സ്റ്റഡീസിന് പോകണ്ടേ, കോളേജുകളിൽ പോകണ്ടേ, മറ്റുള്ള എന്തിലേക്കും പഠിക്കാൻ പോകണ്ടേ, അതോ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ഒരു വിജയ ശതമാനത്തിലെ കണക്കുകൾ നിങ്ങൾ വ്യക്തത വരുത്തണം. വർഷങ്ങൾ കൂടുന്തോറും എല്ലാവരും വിജയിച്ചു പോകുമ്പോഴും നമ്മുടെ ഹ്യൂമാനിറ്റീസ് മക്കൾ മാത്രം തോൽവിയിലേക്ക് വരികയാണ്, മാർക്ക് കുറഞ്ഞു വരികയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, അവർ സീരിയസ് അല്ലാത്തതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, പഠിച്ചു തുടങ്ങിക്കോളൂ. നമ്മുടെ സൂപ്പർ ബാച്ച് നിങ്ങൾക്കതിനൊരു കൂട്ടായിരിക്കും. ആ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല മാർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ മക്കളെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഒരിക്കൽ പോലും തല താഴ്ത്തി നിൽക്കേണ്ടി വരില്ല. ഒരിക്കൽ പോലും തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പാരൻസിൻ്റെ മുന്നിൽ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കുമെന്ന് പറഞ്ഞു നടക്കേണ്ടില്ല. നിങ്ങൾക്കും റിസൾട്ട് വരുമ്പോൾ, വിദ്യാഭ്യാസ മന്ത്രി കൃത്യം 3 മണിക്ക് റിസൾട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു 3:30 ആകുമ്പോൾ റിസൾട്ട് നിങ്ങൾ സൈറ്റിലൂടെ നോക്കുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് വരണമെങ്കിൽ ഇപ്പോൾ തന്നെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. ഇനിയൊരു വിജയ ശതമാനം നമ്മൾ കാരണം കുറയരുത്. ഇനിയൊരു വിജയം നമ്മുടെ വീട്ടിൽ സ്വാഭാവികമായിട്ട് ഇല്ലാതാവുന്നൊരവസ്ഥയിലേക്ക് വരരുത്. എല്ലാവരും വിജയിക്കണം. താങ്ക് യു.